السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحابه سيدنا محمد. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا. അള്ളാഹു നമുക്ക് രണ്ട് വീട്ടിലും ഖൈർ നൽകട്ടെ. അവൻ്റെ ഉത്തമ അടിമകളിൽ നമ്മളെയൊക്കെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, ഉസ്താദുമാർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. രോഗങ്ങൾ, മറ്റു പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു സലാമത്ത് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن حيث خرجت فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره لئلا يكون للناس عليكم حجة إلا الذين ظلموا منهم فلا تخشوهم واخشوني وليتم نعمتي عليكم ولعلكم تهتدون كما أرسلنا فيكم رسولا منكم يتلو عليكم آياتنا ويزكيكم ويعلمكم الكتاب والحكمة ويعلمكم ما لم تكونوا تعلمون. صدق الله العلي العظيم. സ്നേഹമുള്ള സഹോദര സുഹൃത്തുക്കളെ, സീറത്തുൻ നബി പഠന പരമ്പരയിലെ 8ാം ദിനത്തിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം അറിയപ്പെടുന്ന ഹാഷിമി കുടുംബത്തിന്റെ ഉപ്പായായ നബി തങ്ങളുടെ പിതാമഹന്മാരിൽ 3ാമതായി കടന്നു വരുന്ന ഹാഷിം എന്നവരെയാണ് കഴിഞ്ഞ ദിവസം നാം പരിചയപ്പെട്ടത്. പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ അറബികൾക്ക് പതിവുള്ളതായിരുന്ന, ഖുറൈശികൾക്ക് പതിവുള്ളതായിരുന്ന അവരുടെ സാമ്പത്തികമായ പുരോഗതിക്ക് വലിയ കാരണമായി തീർന്ന 2 യാത്രകൾ, ഷിതായിലെയും സൈഫിലെയും 2 കച്ചവട യാത്രകൾ. അത് തുടക്കം കുറിച്ചത് അവിടുത്തെ ഉപ്പാപ്പയായ ഹാഷിം എന്നവരായിരുന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായി. ഈ യാത്രയിൽ സ്വൈഫിലെ വേനൽക്കാലത്തെ യാത്രയിൽ പങ്കെടുത്ത സന്ദർഭത്തിലാണ് ഒരു സാഹചര്യത്തിൽ ഹാഷിം എന്നവരുടെ വഫാത്ത് ഉണ്ടാകുന്നത് എന്ന് കാണാൻ സാധിക്കും. ഗസ പട്ടണത്തിൽ അദ്ദേഹം വഫാത്തായി അവിടെ തന്നെ മറമാടപ്പെട്ടു എന്ന് സീറയുടെ കിതാബുകൾ പറയുന്നു. കൂടുതൽ വായനക്ക് സീറയുടെ കിതാബുകൾ നിങ്ങൾക്ക് പലതാവുന്നതാണ്. ഇനി നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 4ാമത്തെ പിതാമഹൻ അബ്ദുമനാഫ് എന്നവരെ കുറിച്ച് ചർച്ച ചെയ്യാം. ഇനി കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടുന്ന ആളുകൾ 1 or 2 ഉണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഒന്ന് ഓടിച്ചു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അബ്ദുമനാഫ് എന്നവരുടെ പേര് മുഗീറ എന്നാണ് യഥാർത്ഥ നാമം എന്നുള്ളതാണ്. മറ്റ് പേരുകളൊക്കെ അന്ന് അവർ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ, അവരുടെ ഉപ്പമാർ അടക്കമുള്ളവർ വളരെ ബഹുമാനപൂർവം ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങൾ, സ്വനമുകൾ, അവയുടെ പേരുകളിലേക്ക് ചേർത്തിക്കൊണ്ടാണ് പലപ്പോഴും പേര് ഇടാറുള്ളത്. അതിൽപ്പെട്ട ഒരു വിഗ്രഹമാണ് മനാഫ്. ആ അർത്ഥത്തിലാണ് അബ്ദുമനാഫ് എന്നവർക്ക് ഈ പേര് വന്നിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അതിസുന്ദരനായിരുന്നു അബ്ദുൽ മനാഫ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം കാരണത്താൽ അദ്ദേഹത്തിന് ഖമർ എന്ന് പേര് വിളിക്കപ്പെടാറുണ്ടായിരുന്നതാണ്. ചന്ദ്രൻ, ഖമർ എന്നുള്ള പേരിൽ അബ്ദുമനാഫ് എന്നവർ അറിയപ്പെട്ടിരുന്നതാണ്. 5ാമത്തെ ഉപ്പാപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരിൽ 5ാമത്തെ ഉപ്പാപ്പ ഖുസയ്യ് എന്നവരാണ്.
സെയ്ദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എന്ന് കാണാൻ സാധിക്കും. ഖുസൈ എന്നവർക്ക് ഈ പേര് വരാനുണ്ടായ കാരണം വൈനമാ ഖീല ലഹു ഖുസയ്യുൻ ലിഅന്ന അബാഹു കിലാബ് ബിൻ മുറ ഹലക വഹുവ സഗീർ ഫതസവ്വജ റബീഅത്തു ബിൻ ഹറാമിൻ അഹദു ഖുലാഅത ഉമ്മ ഖുസൈ ഫാത്തിമത ബിൻത സഈദ് ഫഹ്തമലഹാ ഇലാ ബിലാദിഹി മിൻ അർളി ബനി ഹദറത മിൻ അശ്റാഫി الشام فاحتملت معها قصيا لصغره وشب في حجر ربيعة فسمي زيد قصيا لبعد داره عن دار قومه. തൻ്റെ പിതാവ് കിലാബ് ബിൻ മുറത്ത് എന്നവർ ഖുസൈ ചെറുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ മൃതിയടയുകയാണ്. അങ്ങനെ ഖുസൈ എന്നവരുടെ മാതാവ് വിധവയായിത്തീരുന്നു. ഈ മാതാവിനെ പിന്നീട് ഖുദാഅ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ അഥവാ റബീഅ ബിൻ ഹറാം എന്ന് പറയുന്ന ഒരാൾ ഖുസൈ എന്നവരുടെ മാതാവായ ഫാത്തിമ ബിൻത് സൈദ് എന്നവരെ വിവാഹം ചെയ്യുകയാണ്. അങ്ങനെ റബീഅത്തിന്റെ സംരക്ഷണത്തിലായി ഖുസൈ എന്നവർ. ഈ മാതാവ് റബീഅയുടെ നാട്ടിലേക്ക് അഥവാ ബനു അദറയുടെ അദറക്കാർ താമസിച്ചിരുന്ന നാട്ടിലേക്ക് യാത്രയാവുകയാണ്. റബീഅത്ത് എന്നവർ ഫാത്തിമ ബിൻത് സഅദ് എന്ന ഖുസൈ എന്നവരുടെ മാതാവിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ മാതാവ് തൻ്റെ ചെറിയ മകനായ ഖുസൈനെയും കൊണ്ടുപോകുന്നു. അങ്ങനെ റബീഅയുടെ സംരക്ഷണത്തിലാണ് യുദ്ധം പ്രാപിക്കുന്നത്. ഈ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഖുസൈ എന്നവർക്ക് ഈ പേര് വന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജനിച്ചു വന്ന നാട്ടിൽ നിന്ന് ഒരുപാട് അകലെയുള്ള നാട്ടിൽ അദ്ദേഹം ജീവിക്കുകയും അവിടെ വളർച്ച പ്രാപിക്കുകയും ചെയ്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഖുസൈ അഖ്സ എന്നൊക്കെ പറഞ്ഞാൽ അകലമുള്ളത്, അറ്റമായി നിൽക്കുന്നത്. മസ്ജിദുൽ അഖ്സക്ക് ആ പേര് വന്നത് അത് കുറേ ദൂരമുള്ള മദീനയെ സംബന്ധിച്ച് അതല്ലെങ്കിൽ മക്കയിൽ നിന്നൊക്കെ ഒരുപാട് അകലമുള്ള പള്ളിയാണ് എന്നുള്ളത് കൊണ്ടാണ് നമുക്കറിയാം. എന്നതുപോലെ ഇദ്ദേഹം ജനിച്ച നാട്ടിൽ നിന്ന് ഒരുപാട് അകലെയുള്ള മറ്റൊരു നാട്ടിൽ പോയി ജീവിക്കേണ്ടി വന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഖുസൈ എന്ന പേര് വന്നത് എന്ന് കാണാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ പിന്നീട് ഖുസൈ തൻ്റെ പ്രായം ഒക്കെ വലുതായി പ്രായപൂർത്തിയൊക്കെ എത്തിയതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് ഉമ്മയോട് തന്നെ ആരായുകയും പിന്നീട് അദ്ദേഹം മക്കയിലേക്ക് തന്നെ വന്ന സംഭവമൊക്കെ ഞാൻ നേരത്തെ വായിച്ച ഇബാറത്തിൻ്റെ താരീഖ് തബ്രിയുടെ ബാക്കി ഭാഗത്ത് നോക്കിയാൽ മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഖുസൈ എന്നവരുടെ ചരിത്രത്തിൽ പ്രധാനമായിട്ടും രേഖപ്പെടുത്തി വായിക്കേണ്ടുന്ന ഒന്നാണ് ദാറുൻ നദവയുടെ സ്ഥാപനം നിർവഹിച്ചത് ഈ ഖുസൈയാണ് എന്ന് കാണാൻ സാധിക്കും. ദാറുൻ നദവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സീറ വായിക്കുന്ന പാരായണം ചെയ്യുന്ന ഏതൊരാളും വളരെ ദുഃഖത്തോടു കൂടെ വായിച്ചു പോകുന്ന ഒന്നാണ് ദാറുൻ നദവ. നമുക്കറിയാമല്ലോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രബോധന ദൗത്യം പരസ്യപ്പെടുത്തിയപ്പോൾ ഖുറൈശികളുടെ എതിർപ്പ് ശക്തമായി. നബി തങ്ങളെ എല്ലാ അർത്ഥത്തിലും അപായപ്പെടുത്തുവാനുള്ള ശ്രമം അവർ പിന്നീട് നടത്തുകയാണ്. അങ്ങനെ നബി തങ്ങളെ വധിക്കുവാനുള്ള ഗൂഢാലോചന നടന്ന ദാറുൻ നദവ, ഈ ദാറുൻ നദവയുടെ രൂപീകരണം നടത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പമായിൽപ്പെട്ട ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഖുസൈ എന്നവരാണെന്ന് കാണാൻ സാധിക്കും. ദാറുൻ നദവ പേര് കേൾക്കുമ്പോൾ നബി തങ്ങളെ വധിക്കാനായിട്ട് ഉണ്ടാക്കിയ ഒരു ക്ലബ്ബാണ് എന്ന് നാം വിചാരിച്ചു പോകരുത്. അങ്ങനെയാണ്. ഖുസൈ എന്നവർ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ആ ഗോത്രത്തിൽ നിന്ന് മാത്രമല്ല അറബികൾക്കിടയിൽ ഒരു പ്രഭുവായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചാണ് പല കാര്യങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കപ്പെട്ടിരുന്നതും അന്ന് അവർക്കുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിരുന്നതും അദ്ദേഹം പ്രത്യേകമായി സംസ്ഥാപിച്ച ഈ ദാറുൻ നദവ എന്ന് പറയുന്ന അവിടെ വെച്ചിട്ടായിരുന്നു കാണാൻ സാധിക്കും. ഇക്കാലത്ത് സ്വാഭാവികമായും അവരെ സംബന്ധിച്ചിടത്തോളം ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയൊരു തീരുമാനമായി എടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപായപ്പെടുത്തുവാനുള്ള ഗൂഢാലോചനയും
നിർഭാഗ്യകരമായ രീതിയിൽ ദാറുൽ അരങ്ങേറിയുന്നതാണ് ചരിത്രം. ഈ ഖുസൈ എന്നവർക്ക് തന്നെ മുജമ്മി എന്ന പേര് കാണാൻ സാധിക്കും. അതിന്റെ കാരണം ഇത് തന്നെയാണ്. ദാറുൽ നദ്വയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഖുറൈശി ഗോത്രങ്ങളെയൊക്കെ ഉപഗോത്രങ്ങളെയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടി സമ്മേളിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ സാധിച്ച വ്യക്തിത്വമായിരുന്നു ഖുസൈ എന്ന് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ മുജമ്മിൽ എന്നുള്ള സ്ഥാനപ്പേരും അതേപോലെ തന്നെ ദാറുൽ നദ്വയുടെ സ്ഥാപനത്തെക്കുറിച്ചുമൊക്കെ സീറയുടെ കിതാബുകളിൽ കൃത്യമായി പറയുന്നുണ്ട്. വലിയ ഖുസൈയ്യുൻ البيت وأمر مكة والحكم بها وجمع قبائل قريش فأنزلهم أبطح مكة. ഖുറൈശികളിലെ വ്യത്യസ്ത ഗോത്രങ്ങളെയൊക്കെ മക്കയിലെ അബുത്തഹ പ്രദേശത്ത് താമസിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ്. അങ്ങനെ ആ ഗോത്രത്തിന്റെ ഒരു കോളനി വൽക്കരണം നടത്താൻ ഖുസൈ എന്നവർക്ക് കഴിയും. وكان بعضهم في الشعاب ورؤوس جبال مكة فقسم منازلهم بينهم فسمي مجمعا. ഇങ്ങനെ വ്യത്യസ്ത താഴ്വാരങ്ങളിലും മലഞ്ചെരുവുകളിലും മക്കയിലെ വിവിധ പർവ്വത ശിഖരങ്ങളിലുമൊക്കെ താമസിച്ചിരുന്ന ഖുറൈശി ഗോത്രങ്ങളെയൊക്കെ സമ്മേളിപ്പിച്ചുകൊണ്ട് മക്കയിലെ അബുത്തഹ ഭാഗത്തേക്ക് താമസമാക്കിപ്പിച്ചത് ഈ ഖുസൈയാണെന്ന് കാണാൻ സാധിക്കും. വലിയ വികസന പ്രവർത്തനങ്ങൾ, സാമൂഹികമായ സാംസ്കാരികമായ വലിയ വികസനങ്ങൾ ആ ഗോത്രത്തിൽ കൊണ്ടുവരാൻ സാധിച്ച ഒരു വലിയ മനക്കരുത്തുള്ള ആളായിരുന്നു ഖുസൈ എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ കാണാം. അബൂക്കും ഖുസൈയ്യുൻ കാന യുദ്ആ മുജമ്മിആ ബിഹി ജമഅ അല്ലാഹുൽ ഖബായില മിൻ ഫിഹ്രി എന്ന് ഖുസൈ എന്നവരുടെ ഈ വലിയ മുജമ്മിൽ എന്ന സ്ഥാനം പേരിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു കവി പാടിയതാണ്. അങ്ങനെ അദ്ദേഹം മക്കയിലെ അബുത്തഹിൽ ഖുറൈശികളുടെ കബീലകളെയൊക്കെ സമ്മേളിപ്പിച്ചു. പിൽക്കാലത്തുണ്ടാവുന്ന സംഭവങ്ങളൊക്കെ അവരിൽപ്പെട്ട ഒരു സ്ത്രീയോ സഹോദരിയെ കല്യാണം കഴിക്കപ്പെടുകയോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും മുശാവറകൾ നടത്തുമ്പോഴുമൊക്കെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനതയോട്, ആ ഗോത്രത്തിൽപ്പെട്ടതല്ലാത്ത അവരോട് ശത്രുത പുലർത്തുന്ന ഒരു ജനതയോട് യുദ്ധം ചെയ്യണമെങ്കിലുമൊക്കെ അതിൻ്റെയൊക്കെ ആസൂത്രണങ്ങൾ നടത്തിയിരുന്നത് നേരത്തെ പറഞ്ഞ അദ്ദേഹം സ്ഥാപിച്ചെടുത്ത ദാറുൽ നദ്വ വീട്ടിലായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടുക എന്നുള്ളത് അതിലൊരു ബറക്കത്ത് കണ്ടിരുന്നു എന്നാണ്. അത് എന്തായിരുന്നാലും നടക്കാതെ പോവുകയില്ല എന്നുള്ള അവരുടെ വലിയ പ്രത്യാശയായിരുന്നു അതിന്റെ പിന്നിലുണ്ടായിരുന്നത് എന്ന് കാണാൻ സാധിക്കും. അങ്ങനെയാണ് അദ്ദേഹം ദാറുൽ നദ്വ എന്ന ആ പ്രത്യേകമായ വീടുണ്ടാക്കുകയും അതിൻ്റെ കവാടം പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് തിരിച്ചു വെക്കുകയും ഒക്കെ ചെയ്തതായിട്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ സീറയുടെ കിതാബുകളിലും മറ്റു താരീഖുകളിലും ഒക്കെ കാണാൻ സാധിക്കും. എന്ന പോലെ തന്നെ ഖുറൈശികൾക്ക് മേൽ റിഫാദത്തിനെ അടിച്ചേൽപ്പിച്ചതും അത് ഒരു നിർബന്ധമായ കാര്യമായിട്ട് നിയമിച്ചതും ഈ ഖുസൈ എന്നവരാണെന്ന് കാണാൻ സാധിക്കും. റിഫാദത്ത് നമുക്കറിയാമല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞു അബ്ദുൽ മുത്തലിബ് എന്നവരുടെയും ഹാഷിം എന്നവരുടെയും ഒക്കെ കാര്യത്തിൽ റിഫാദത്ത് എന്നുള്ള ഖുറൈശികൾ ഏറ്റെടുത്ത വലിയ ദൗത്യം, അതിൻ്റെയും തുടക്കക്കാരൻ ഖുസൈയാണ് എന്ന് കാണാം. എന്താണ് റിഫാദത്ത്? വകാനത്തി റിഫാദത്തു ഖർജൻ തുഖ്രിജുഹു ഖുറൈശുൻ ഫീ കുല്ലി മൗസിമിൻ മിൻ അംവാലിഹാ ഇലാ ഖുസൈ ബിൻ കിലാബിൻ ഫയസ്നഉ ബിഹി തുആമൻ ലിൽ ഹാജി യഅകുലുഹു മൻ ലം തകുൽ ലഹു സഅത്തുൻ വലാ സാദുൻ മിമ്മൻ യഹ്ദുറുൽ മൗസിം. ഇതാണ് റിഫാദത്ത്. ഖുറൈശികൾ എല്ലാ ഹജ്ജ് സീസണാകുമ്പോഴും പരിശുദ്ധ കഅബാലയത്തിലേക്ക് വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് തീർത്ഥാടനത്തിന് വരുന്ന ആ സന്ദർഭത്തിൽ, ആ സീസണിൽ ഖുറൈശികളൊക്കെ ഖുസൈ ഇബ്നു കിലാബ് എന്ന നബി തങ്ങളുടെ ഈ ഉപ്പാപ്പയെ എല്ലാവരും പിരിവെടുത്തുകൊണ്ട് പിരിവേൽപ്പിക്കുന്നതാണ്. അങ്ങനെ ഹാജിമാർക്ക് ആവശ്യമായ ഭക്ഷണ വിഭവങ്ങളൊക്കെ തയ്യാർ ചെയ്തുകൊണ്ട്
പാവങ്ങളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആ ഒരു ദൗത്യപ്രധാന ഇഫാദത്ത് വളരെ വലിയ ഒരു പുണ്യകർമ്മമായിരുന്നു അത്. ഇത് അദ്ദേഹം ചെയ്തു കാണിച്ചു എന്ന് മാത്രമല്ല, എനിക്ക് ശേഷം ഖുറൈശികൾ നിർബന്ധമായിട്ട് പരിശുദ്ധമായ കഅബാലയത്തെ ലക്ഷ്യമാക്കി വരുന്ന ആളുകൾ ഒരിക്കലും പട്ടിണി കിടക്കരുത്, വിശന്ന് വലയരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിനുള്ളത് കൊണ്ട് തന്നെ ഖുറൈശികൾ നിർബന്ധമായും അത് ഏറ്റെടുക്കണം എന്നുള്ള ആ ഒരു രീതിയിലേക്ക് ഖുറൈശി സമൂഹത്തെ കൊണ്ടുവന്നത് ഈ ഖുസയ്യ് ബിൻ കിലാബായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ഇന്ന് വരെ പരിശുദ്ധമായ മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി വരുന്നവർ ഒരിക്കലും വിശന്ന് വലയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഈ രീതിയിൽ അല്ലാഹുവിന്റെ അതിഥികളായി വരുന്നവരെ ആദരിക്കുവാനും അവരെ ബഹുമാനിക്കുവാനും അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളും വിഭവങ്ങളും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഈ വലിയ ദൗത്യം അത് ഏറ്റെടുത്ത് തുടക്കം കുറിച്ചത് ഖുസയ്യ് ബിൻ കിലാബാണ്. ഇതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ വലിയ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖുറൈശികൾക്ക് ഇത് നിർബന്ധമാക്കിക്കൊണ്ട് അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗം താരീഖിന്റെ സീറയുടെ തങ്ക ലിപികളിൽ ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. യാ മഅ്ശറ ഖുറൈശ് ഇന്നകും ജീറാനുല്ലാഹി വഅഹ്ലു ബൈതിഹിൽ ഹറാം വഇന്നൽ ഹാജ്ജ ദൈഫുല്ലാഹി വസുവാറു ബൈതിഹി വഹും അഹഖ്ഖു ദൈഫി ബിൽ കറാമ ഫജഅലു ലഹും സറാബൻ വതആമൻ അയ്യാമ ഹാദൽ ഹജ്ജ് ഹത്താ യസ്ദുറു അൻകും. ഈ രീതിയിൽ അവരെ അതിലേക്ക് താല്പര്യവും പ്രോത്സാഹനവും ഉത്തേജനവും ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഖുറൈശികളെ ഈ ഇഫാദത്ത് കർമ്മം അവരെ ഏൽപ്പിച്ചു അദ്ദേഹം. فكانوا يخرجون لذلك كل عام من أموالهم فيدفعونه إليه فيصنعوا طعاما للناس أيام منى. മിനയിലെ തമ്പടിക്കുന്ന സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഭക്ഷണങ്ങൾ തയ്യാറാക്കി കൊടുത്തിരുന്നു. പരിശുദ്ധമായ ഇസ്ലാം രംഗത്ത് വരുന്നത് വരെയും ഖുറൈശികൾ ഇങ്ങനെയുള്ള നല്ല മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്നു. ഇത്തരം നല്ല മൂല്യങ്ങളുടെയൊക്കെ തുടക്കക്കാരനായിരുന്നു ഇത് തങ്ങളുടെ ഉപ്പാപ്പയായ ഖുസയ്യ് ബിൻ കിലാബ് നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.